ഹായ്, ഞാൻ ഡോക്ടർ ഷെബി ഫ്രാൻസിസ്, മറീന പഞ്ചകർമ്മ സെൻ്ററിൻ്റെ CEO. ഈ അടുത്ത കാലത്ത് കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് തലകറക്കം. ഒട്ടുമിക്ക മധ്യവയസ്കരായ ആളുകൾ ഈ ബാലൻസിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് ഡോക്ടർമാരെ കാണാറുണ്ട്. കുറേ കാലം അവർ മരുന്ന് കഴിച്ച് വരാറുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ ഇതിൻ്റെ മെഡിസിൻ്റെ ഡോസ് കൂട്ടിക്കൊണ്ടുവരും, തലയ്ക്കൊരു മത്ത് പോലെ. അപ്പോൾ ഇവർ എപ്പോഴും ഒരു ഡിപ്രഷൻ പോലെ ആയിരിക്കും അവർക്ക്. കാരണം ഇത് എപ്പോഴും ഇടയ്ക്ക് ബാലൻസിന് ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞ് വരാറുണ്ട്. ഇപ്പോൾ അടുത്ത് ഒരു ദിവസം ഒരു മധ്യവയസ്ക സ്ത്രീ വന്നിരുന്നു. അവർ ഈ പ്രോബ്ലം തന്നെയാണ് അവരും പറഞ്ഞത്. ഞാൻ അവരുടെ ഈ ഇൻറ്റേർണൽ ഇയേഴ്സും അതുപോലെയുള്ള ഇയർ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. BP-യിലുള്ള വേരിയേഷൻ ചില സമയത്ത് അത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അത് അത്ര കാര്യമായിട്ടുള്ളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അവർ വേറെ എന്തെങ്കിലും ഹിസ്റ്ററി, ഫിക്സിൻ്റെ ഹിസ്റ്ററിയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ, BP-യുടെ മരുന്നുകൾ എല്ലാം ചെക്ക് ചെയ്ത് ഒക്കെ നോർമലാണ്. പ്രത്യേകിച്ച് ഹോർമോണിൻ്റെ പ്രോബ്ലംസോ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ അവർക്ക് ബ്ലഡ് കൗണ്ട് അനീമിക് ആണോ നോക്കി, അത് സഫീഷ്യൻ്റ് ആയിട്ട് ബ്ലഡ് കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഷുഗറിൻ്റെ അളവ് കുറവുണ്ടോ എന്ന് നോക്കി. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ വരുന്ന തലകറക്കം, കിഡ്നിസിനൊക്കെ വെർട്ടിഗോ ഒക്കെ ബാക്കിൽ ഉള്ള ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ലാസ്റ്റ് ഇത് പലരും നോക്കിയിട്ടുള്ള കേസ് തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ സെർവിക്കൽ വെർട്ടിബ്ര, അതായത് കഴുത്തിലെ കശേരുകൾ, കഴുത്തിലെ പേശികൾക്ക് വലിയ തോതിൽ മുറുക്കുണ്ട്. അതിനോട് തുടർന്നിട്ടുണ്ടാകുന്ന പ്രോബ്ലമാണ്. ഒരു MRI പോസ്റ്റ് ചെയ്ത് നോക്കി. അതിനുശേഷം ട്രീറ്റ്മെൻറ്റും നെസ്യും പഞ്ചകർമ്മ ചികിത്സകളെല്ലാം ചെയ്ത് കടിവസ്തിയൊക്കെ ചെയ്ത് അതിന് നല്ല മാറ്റം വന്നു. പിന്നീട് ഇന്നുവരെ ആ വ്യക്തിക്ക് ആ ഒരു തലകറക്കം ഉണ്ടായിട്ടേ ഇല്ല.